യേശുവിൽ പ്രിയപ്പെട്ടവരെ, മണവാളനെ സ്വീകരിക്കാൻ നിയോഗിക്കപ്പെട്ടത് 10 കന്യകകളാണ്. 5 പേർ വിവേകവതികൾ. അവർ എണ്ണയും വിളക്കും എടുത്തു. വിവേകശൂന്യരായ 5 പേര് വിളക്ക് മാത്രമേ എടുത്തുള്ളൂ. മണവാളൻ വരാൻ താമസിച്ചപ്പോഴാണ് എണ്ണ തീർന്നിട്ട് വിവേകശൂന്യർ എണ്ണ മേടിക്കാൻ കടയിൽ പോയപ്പോൾ മണവാളൻ വന്ന് വിവേകവതികളോടൊപ്പം മണമുറിയിൽ പ്രവേശിച്ചു. വിവേകശൂന്യകൾ വാതിൽ തുറന്നു തരാൻ അപേക്ഷിച്ചെങ്കിലും അവർക്കത് തുറന്നു കിട്ടിയില്ല. അവർ തിരസ്കരിക്കപ്പെടുകയാണ്. ജാഗ്രതയോടെ ഇരിക്കേണ്ട ആവശ്യകത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്കൊരു ചിന്ത. ഈ വിവേകവതികളും വിവേകശൂന്യരും ഒന്നിച്ച് ഒരുങ്ങി തയ്യാറായി വന്നവരാണ്. നേരത്തെ കൂട്ടി തന്നെ വിവേകമതികൾ വിവേകശൂന്യരോടൊന്ന് പറയാമായിരുന്നു, നിങ്ങളും അല്പം എണ്ണ കയ്യിൽ കരുതുന്നത് നല്ലതാണ് എന്ന്. അവർ ചിലപ്പോൾ അങ്ങനെ കരുതിയേനെ. ഇനി മണവാളൻ വന്നപ്പോൾ വിവേകശൂന്യകൾ കടയിൽ പോയിരിക്കുകയാണെന്നും ഉടനെ എത്തുമെന്നും അല്പം ഒന്ന് കാത്തു നിൽക്കാൻ പറ്റുമോ എന്നുമൊക്കെ ഈ വിവേകമതികൾ മണവാളനോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കാത്തു നിന്നേനെ. പ്രിയപ്പെട്ടവരെ, കഴിവുള്ളവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തും. കഴിവ് കുറഞ്ഞവരും വിവേകം കുറഞ്ഞവരും ബലഹീനത ഉള്ളവരുമൊക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെ ഒന്ന് പരിഗണിക്കാൻ, അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടും. നമ്മുടെ ജീവിതം ധന്യമാകും. സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമായി ഈ ഭൂമിയിലെ ജീവിതം മാറുകയും ചെയ്യും. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.